അരനൂറ്റാണ്ടിൻ്റെ മലയാള മാധ്യമ പ്രവർത്തന ചരിത്രത്തിനൊപ്പം ചേർത്തുവയ്ക്കാവുന്ന പേരാണ് കെ മോഹനൻ എന്ന മാധ്യമപ്രവർത്തകൻ്റേത്. 60-കൾ മുതൽ ദേശാഭിമാനി എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉൾക്കരുത്താണ് അദ്ദേഹം. കൊച്ചിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീടിനു മുന്നിലുള്ള മേൽവിലാസവും മറ്റൊന്നല്ല, കെ മോഹനൻ ദേശാഭിമാനി. നെഞ്ചോട് ചേർന്നിരിക്കുന്ന പോക്കറ്റ് ഡയറിയിൽ എന്ന പോലെ ദേശാഭിമാനി എന്ന പേര് കെ മോഹനൻ എന്ന പേരിനോട് അത്രമേൽ ചേർന്നിരിക്കുന്നു. 1964 കോഴിക്കോട് ദേശാഭിമാനിയിൽ നിന്നാണ് കെ മോഹനന്റെ തുടക്കം. ദേശാഭിമാനിയിലും ചിന്തയിലും അദ്ദേഹം തുടർച്ചയായി എഴുതി. 1965 തിരുവനന്തപുരം ലേഖകനായ അദ്ദേഹം 15 വർഷം നിയമസഭാ റിപ്പോർട്ടിംഗ് നടത്തി. 1966 ഇടുക്കി പദ്ധതിയിലെ ക്രമക്കേട് സംബന്ധിച്ച് വൈദ്യുതി ബോർഡിലെ ഉന്നതന്മാരെ പ്രതിക്കൂട്ടിലാക്കി എഴുതിയ പരമ്പര വമ്പിച്ച പ്രതികരണമുണ്ടാക്കി. സർക്കാർ അന്വേഷണ കമ്മീഷൻ ദേശാഭിമാനി റിപ്പോർട്ട് ശരിവച്ചു. 1972 പത്രാധിപ വിഭാഗത്തിന്റെ ചുമതലയേറ്റ് ദേശാഭിമാനി കൊച്ചി യൂണിറ്റിലെത്തി. അടിയന്തരാവസ്ഥ കാലത്തെ പ്രീ സെൻസർഷിപ്പിനെ അതിജീവിച്ച് വാർത്തകൾ നൽകുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകി. 76 അവസാനം വീണ്ടും തിരുവനന്തപുരം ലേഖകനായി. 1980 ഇ കെ നയനാർ മുഖ്യമന്ത്രിയായപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി. 1982 വീണ്ടും ദേശാഭിമാനിയിൽ തിരിച്ചെത്തിയ അദ്ദേഹം അതേ വർഷം തന്നെ രാജ്യസഭാംഗമായി. ആ സന്ദർഭത്തിലും പത്രപ്രവർത്തനം തീർത്തും ഉപേക്ഷിച്ചിരുന്നില്ല. പല പാർലമെന്ററി കമ്മിറ്റികളുടെയും ചെയർമാനായും അംഗമായും പ്രവർത്തിച്ചു. 1988 ദേശാഭിമാനിയിൽ തിരിച്ചെത്തി. തിരുവനന്തപുരം എഡിഷൻ ആരംഭിച്ചതിനെ തുടർന്ന് റെസിഡന്റ് എഡിറ്ററായി പ്രവർത്തിച്ചു. പിന്നീട് ജനറൽ എഡിറ്ററായി. ശക്തമായ മുഖപ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനകളാണ്. രാഷ്ട്രീയ നർമ്മം നിറഞ്ഞ തലസ്ഥാനിയുടെ തൂലികയും കെ മോഹനന്റേതാണ്. കുറിക്കുകൊള്ളുന്ന ഭാഷ അദ്ദേഹത്തിന്റെ എഴുത്തിന് മൂർച്ച നൽകി. 2 തവണ കേരള പ്രസ് അക്കാദമി ചെയർമാനായി. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയായും പ്രസിഡന്റായും പലതവണ തിരഞ്ഞെടുക്കപ്പെട്ടു. 1967 മുഖ്യമന്ത്രിയായ EMSന്റെ പേഴ്സണൽ അസിസ്റ്റന്റായും പ്രവർത്തിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. കുറച്ചുകാലം തിരുവനന്തപുരത്ത് പ്രഭാത് ബുക്ക് ഹൗസിന്റെ മാനേജറായിരുന്നു. 1972 CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ മോഹനൻ രാജ്യസഭയിലെ CPIM ഉപനേതാവായിരുന്നു. ധീരവും സത്യസന്ധവുമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് എക്കാലവും കരുത്തു പകരുന്ന പേരാണ് കെ മോഹനൻ.